ഹലോ ഗായ്സ്, അപ്പോൾ എല്ലാവർക്കും നമ്മളെ പുതിയ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമുക്കൊന്ന് ദുബായ് വരെ പോകേണ്ടി വന്നു. അപ്പോൾ അമ്മച്ചി ഇവിടെ ഉണ്ട്, ജിമ്മിയാണ് നമ്മളാക്കി തരുന്നത്. ജിമ്മി, എന്താണ് പറയാനുള്ളത്? എനിക്കൊരു പ്രത്യേക സാഹചര്യത്തിൽ പോകാൻ പറ്റിയില്ല. അപ്പൊ ജിമ്മിന്റെ പാസ്പോർട്ട് വേറെ ആവശ്യത്തിന് വേറൊരു അതെ, ഇതിലും വലിയൊരു ട്രിപ്പിന് വേണ്ടിയിട്ട് നമ്മള് ജിമ്മിന്റെ പാസ്പോർട്ട് കൊടുത്തിട്ടാണുള്ളത്. അപ്പൊ ഹാഫി ഫുൾ റെഡിയാണ്, കോഡ് സെറ്റ് ഒക്കെ ഇട്ടുകൊണ്ട് ഇറങ്ങിക്കണ്. സുഡാനി സ്റ്റൈലിലാണ് ഇറങ്ങിയിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് പോയേക്കാം. ഇപ്പൊ തന്നെ ടൈം രാത്രി 12:30 നമുക്ക് സുബൈക്ക് പാസ്പോർട്ട് ചോദിച്ചാ വല്ല സെറ്റാ, പാസ്പോർട്ട് എടുത്തിട്ടില്ല. ഞാനും എടുത്തില്ല. അതല്ലേ പറഞ്ഞു, ഓർമ്മിപ്പിച്ചത് നന്നായിന്ന്. ഞാനും മറന്നിക്കണ്. പാസ്പോർട്ടിന്റെ ഓർമ്മയില്ല. പാസ്പോർട്ട് ഇപ്പോൾ അടുത്ത കേട്ടോ. ബ്രഷൊക്കെ പുതിയ ബ്രഷ് പാക്കറ്റിൽ നിന്ന് പൊട്ടിച്ചെടുത്തേക്കണ്. എന്റെ പുതിയ പാസ്പോർട്ടാണ്. ഇതിന് മറ്റേ ഈ പാസ്സൊക്കെ കിട്ടും. അത് ശരി. അത് കുഴപ്പമില്ല, രണ്ടാളത് ഉണ്ടായാൽ മതി. അപ്പുറത്തെ പുറത്താണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. രണ്ടാളത് ഉണ്ടായാൽ മതി. അടുക്കാം. എന്തായാലും ഉമ്മച്ചി പോയി വരാം. അമ്മ പോയിട്ടോ. അസ്സലാമു അലൈക്കും. ഉപ്പച്ചിനോട് പറയണം കേട്ടോ. ഉപ്പച്ചിനോട് പറഞ്ഞില്ലല്ലോ. ഉച്ച ഉറങ്ങിയില്ലേ? നേരത്തെ പറഞ്ഞീനു. നമ്മൾ വണ്ടിയിലേക്ക് വോയിസ് അയച്ചിടാ. വണ്ടിയിലേക്ക് നമ്മളെ പെട്ടികൾ ഓരോന്നോരോന്നായി കേറ്റുകയാണ്. സൽമാൻ കയറും ഇടവണെന്ന് പോണ്ടോ? അതും കൂടി പൊക്കിക്ക. വേനുണ്ടോ അതിന് മാത്രം? അപ്പൊ എന്തായാലും ഗൈസ്, നമ്മൾ ഇനി ഒരു 3-4 ദിവസത്തിലേക്ക് അടാ ചങ്ങായി മോളത്തെ ലൈറ്റ് ഒക്കെ ഓണാ. ഞാൻ അടച്ചിട്ട് അത് ഫുള്ള് ഓഫാക്കി അടച്ചിട്ട് പോര്. പൂട്ടിങ്ങാണ്ട് ചാവി എടുത്തോ. ഉമ്മ പോയി തരാം. അസ്സലാമു അലൈക്കും. മെസ്സേജ് അയക്കാം. ബൈ ബൈ, ഗുഡ് ബൈ. അപ്പം എന്തായാലും നമുക്ക് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളെ കൂടെ വേറെ 2 അതിഥികളുണ്ട്. ഒരാളതിൻ്റെ പേര് ഞാൻ ഓൾറെഡി പറഞ്ഞു, സൽമാൻ. അപ്പം തന്നെ ഗസ് ചെയ്യാൻ പറ്റും മറ്റേ അതിഥി ആരാണെന്നുള്ളത്. വേറെ ആരുമല്ല, നമ്മളെ സ്വന്തം നിഹാൽ തന്നെയാണ്. അപ്പം എന്തായാലും എല്ലാവരും കൂട്ടിയിട്ട് നമുക്ക് പോവാം. നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. പറഞ്ഞ അടുത്ത അതിഥി ഇതാ നമ്മളെ കൂടെ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇത് പിടിച്ചാ കറക്റ്റ് മാച്ച്. സുഡു വന്നിട്ടുണ്ട് നമ്മളെ കൂടെ. ക്യാമറ ഒന്ന് ബ്രസീലിന്റെ. ഇന്ന് നെയ്മർ എത്ര ഗോൾ അടിക്കും? നെയ്മർ 2 ഗോൾ. നെയ്മർ ഇറങ്ങും. നെയ്മർ ഇറങ്ങുമെന്ന് പറഞ്ഞുകൊണ്ട് ഇതാ നെയ്മറിന്റെ ജേഴ്സിട്ടാണ് നിഹാൽക്കെന്ന് വന്നിട്ടുള്ളത്. ഫുൾ മഞ്ഞ. എടാ നോക്കടാ, അത് നമ്മളെ ചെക്കനെയാണ് കേട്ടോ. മുത്ത എന്താ വർത്താനം? നെയ്മർ ഫാൻ ബോയാണ്. അനാൻഷ ഇവിടെ അടുത്ത പോക്കറ്റ് നിർത്താം. ഹായ്, വലൈക്കും സലാം. ഇല്ല, ജിമ്മിന്ന് കേട്ടോ. ഓക്കെ, ജിമ്മിയോട് വിട പറയുകയാണ്. പോയട്ടെ, കാണാം പ്രതീക്ഷിക്കുന്നു. ഉറപ്പായിട്ടും. എന്തായാലും ജിമ്മി നമ്മളോട് ഇതാ വിട പറയുകയാണ്. ഇതിലൂടെ ആളുകൾ കൂടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ഇവിടുന്ന് പിരിയാം, ഇല്ലെങ്കിൽ ആകെ വെക്കാവുന്നതാണ്. അസ്സലാമു അലൈക്കും. ഇനി അത് അടുത്ത സിലൂട്ട് സ്റ്റൈൽ വരുന്നുണ്ട് കേട്ടോ. പുതിയ കോസ്റ്റ്യൂമുമായി സൽമാ നമ്മളെ കൂടെ വന്നിട്ടുണ്ട്. ഫോട്ടോക്കെ വിളിച്ചു. ഓക്കെ, താങ്ക് യു സോ മച്ച്. അമ്മന നമ്മളെ കൂടെ 2 പെട്ടിയൊക്കെ ഉണ്ട് സൽമാൻ കൊടുക്കണേ. 4 ദിവസത്തിന് വേണ്ടി 2 പെട്ടി കൊണ്ടു സൽമാൻ മാതൃകയായി. എക്സൈറ്റഡ് ആണോ?
എക്സൈറ്റഡ് ടു മീറ്റ് ഹൂം? നമ്മളെ ബോസിന്റെ അടുത്തേക്കാണ് പോകാൻ പോണത്. ഇൻഷാല്ലാ സുഡുവിനെ കാണിച്ചു കൊടുത്തു. സുഡു നോക്കെ ഇൻഷാല്ലാ പാട്ടൊക്കെ ഉഷാറാക്കിട്ടാ ഫോണൊക്കെ പോയിട്ട് മനസ്സിലായി സീനില്ല. എന്തായാലും ട്രാക്കൊക്കെ ഉഷാറാക്കി. നമ്മളെന്നെ മിക്സിനെ നിങ്ങളെ പാട്ടിറങ്ങിയാൽ പറയോണ്ടി അറിയിക്കോണ്ടി. ഫ്യൂച്ചറിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ ഇൻഷാല്ലാ. ഓക്കെ ഇൻഷാല്ലാ. ഇപ്പൊ ഒരുപാട് കുട്ടികൾ പിന്നാലെ കൂടിക്കണം നമ്മളെ. നമ്മൾ പോയാലോ? എന്താണ് പേര്? മുഹമ്മദ് സയാൻ. ജി ഏത് ഫാനാ? നെയ്മർ ഫാനാ? അത് അത്ര ഉള്ളു മുത്തേ. സൂയി ഇത് സൂയി ഫാനാ? യൂട്യൂബിലിടും. ഒരു ഹായ് പറഞ്ഞോ. ഹായ് പറഞ്ഞോ. ഹായ് എന്നാ ഓക്കെ. പോയി വരട്ടെ മുത്തേ. ഓക്കെ അസ്സലാമു അലൈക്കും. നമ്മൾ ദുബായ് ഇൻഷാല്ലാ. ഓക്കെ അനാൻഷ ദുബായിലുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് പോയി നോക്കിയിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. പോലെ സുഡു അച്ചാർ ഇടുന്നോ? ഇതെന്താ കർട്ടനോ? ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിക്കണ. ഇയാള് കടക്കാനുള്ള ബെഡ്ഷീറ്റ് ഒക്കെ കൊണ്ടാണ് വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ എന്തായാലും നമുക്ക് പോയേക്കാം കഴിച്ചു. ഹലോ ഗൈസ്, അപ്പൊ നമ്മൾ ദുബായിൽ എത്തിയിരിക്കുകയാണ്. കേട്ടോ ഇരിക്കട്ടെ. അവർക്ക് ഹായ് പറയും. ഹായ് ഹായ് ബോലോ. ഹായ് താങ്ക് യു. मेरा യൂട്യൂബ് ചാനലിലെ ഞാനെന്താ ചെറിയ കുട്ടികളമാരെ ആ വണ്ടി മുമ്പിലിരിക്കണം, ഇല്ലെങ്കിൽ തെറ്റിപ്പോവാ, അങ്ങനത്തെ ഒരു മൂടാണ് ഞാനുണ്ട്. നമ്മളിപ്പോ കൂട്ടത്തിൽ അടി കൂടുതലല്ലേ ഞാൻ. എന്നിട്ട് വരെ ഇന്നർക്ക് അടി കൂടുതലല്ലേ ജി ബാക്കിൽ ഇരുന്നോന്ന് പറഞ്ഞേ. ഞാൻ അങ്ങനെ പറഞ്ഞില്ല കേട്ടോ. അങ്ങനെ പറഞ്ഞില്ല ജി. അങ്ങനെ പറഞ്ഞില്ല. ഫുഡ് കഴിക്കുമ്പോ നടുവിലിരിക്ക, വണ്ടി കയറുമ്പോ ഫ്രണ്ടിലിരിക്ക, ബൈക്കും പോകുമ്പോ ആദ്യത്തെ ഷവർമ കൊടുക്കും, ആദ്യത്തെ അങ്ങനത്തെ ഓരോ മൂടാണ്. ഇപ്പൊ ലാസ്റ്റ് കുനാഫ വരെ ഏതോ തലഭാത്തിന്റെ ചങ്ങായി മോണ കണ്ടപ്പോ ഇന്റെ കുനാഫയാണ് വാശി പിടിക്കുക. അങ്ങനത്തെ ഒക്കെ ഒരു മൂടാണ് ഞാൻ. അപ്പൊ നമ്മളെന്താ വെച്ചാൽ ഇന്ന് രാവിലെ ഫുൾ കട്ടേനു. ട്രെയിന് ഫ്ലൈറ്റ് ഇറങ്ങി ഒരു ഫുള്ളാവാത്ത ഉറക്കം പറയുമ്പോ നമ്മൾ എമർജൻസി എക്സിറ്റ് ഒക്കെ സീറ്റ് ചോദിച്ചു. നല്ല സീറ്റ് ആയിരുന്നു, പക്ഷെ അവർ ഉറക്കം കണ്ട് കംപ്ലീറ്റ് ആയില്ല. പിന്നെ ഒരു ഊബറിൽ കയറി. മൂപ്പരാണ് അതിലാറും വലിയ പള്ളി. അങ്ങനെ ഉറക്കം പോയി ഇവിടെ എത്തി. നല്ലൊരു ഉറക്കാട്ട് തുടങ്ങി. ഇവിടെ പിന്നെ ഉറങ്ങാനും ഇവിടുത്തെ കഴിഞ്ഞിട്ടുള്ളൂ. ഒരു ശല്യമല്ല, ഒരു ഒച്ചയും പൊളിയില്ല, ഒരു സമാധാനമല്ല. സമാധാനം ഉണ്ട്, ഭയങ്കര സമാധാനം. ഈ സംഭവം ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ ഇതേപോലെ പറഞ്ഞോന്നാണ്. അറിയാതെ ഇതേപോലെ സമാധാനമില്ല. അതാണ്. പിന്നെ നമ്മളെന്തായാലും നമ്മളെ സൽഫുവിന്റെ അടുത്ത് ബോസിനെ കാണാൻ പോവാണ് ഇൻഷാല്ലാ. പാം ജുമേറയിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പൊ എന്തായാലും നമുക്ക് പോയിട്ട് അതായത് വ്ളോഗ് എടുക്കുമ്പോ തന്നെ അവന് പാട്ട് ഇടണം. കണ്ടോ നിഹാല് അവര് മൂടാണ്. കോപ്പിറൈറ്റ്. ഹലോ ഗായ്സ്, അപ്പൊ നമ്മളെ സിവറ ഗോൾഡ് 1 ആൻഡ് സിവറ ഗോൾഡ് 2 ഇവിടെ ഉണ്ട്. വെൽക്കം ബാക്ക്. താങ്ക് യു മോഫി. ഇതാർക്കുള്ള പോവാ? ക്യാമറ തികയണില്ല മോഫിക്കാൻ, കൊള്ളണില്ല ഒറ്റ ഫ്രെയിമിൽ. നിങ്ങളെ കുറച്ച് വിട്ടിക്ക് എന്നിട്ടും കൊള്ളണില്ല ഗൈസ്. അപ്പൊ നമ്മളിതാ ദുബായിലേക്ക് എത്തിയിട്ടുണ്ട്. രാവിലെ എവിടെ കൊള്ളൂല. അപ്പൊ എല്ലാരും ഇവിടെ ഉണ്ട്. നമ്മളിതാ പാം ജുമേറയിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പൊ എല്ലാരും ഇവിടെ ഓർത്താനൊക്കെ പറഞ്ഞിരിക്കാണ്. എല്ലാരും പിരിയാൻ നിൽക്കാണ്. എല്ലാം ഉണ്ട്. പാം ജുമേറയിൽ ഒറ്റക്കുള്ള വീടും. ഇതിപ്പോ വെള്ളം നഞ്ഞിട്ടില്ല. ഇനിയോ? വെള്ളം നഞ്ഞിട്ടില്ലല്ലോ.
ഇതിനൊരു പ്രശ്നമില്ല. ഞാനിതാ കണ്ടല്ലേ കുട്ടികളെ മനസ്സാണ്. പുതിയ ബോൾ വേണമെന്ന് പറഞ്ഞ് ഹൽഫിനെ കൊണ്ട് പുതിയ ബോൾ വാങ്ങിപ്പിച്ചു. എങ്ങനെയുണ്ട്? പൊളി. നാളെയാണ് നമ്മളെ പരിപാടി ഓണാക്കുന്നത്. എന്താണ് നാളെ അടുത്ത പോർച്ചുഗൽ കളിന്റെ അന്നാണ് എനിക്ക് കുറച്ച് പ്രതീക്ഷ മറ്റന്നാള് സീനാവണ കളി. കാരണം കഴിഞ്ഞ കളി നമ്മളെ എയർലൈൻ പോയി ഫ്ലൈറ്റിലായിട്ട് ഈ ആനന്ദ മിസ്സായി. അതായത് 40 മിനിറ്റ് കളി കണ്ടിട്ട് പിന്നെ ആകാശത്ത് സത്യം ഇരുവയ്യും ഉയർത്തി പടച്ചോനോട് പ്രാർത്ഥിച്ചു. ഇറങ്ങുമ്പോ അത്രയും അടുത്താണ്, പഠിച്ചവനായിട്ട് അടുത്താണ്. എടുത്തായോണ്ടേ ബാക്ക് കേട്ടും ചെയ്തു. അതെ. പ്രാർത്ഥിക്കുമ്പോ ഫൈറ്റ് എതിരിലെ ടീം ഒരുക്കി നിന്നു. അവിടെ ശവസംസ്കാരം നടക്കും. ഒന്നുകൂടെ പറയൂ. ഒന്നുകൂടി അടുത്ത പോർച്ചുഗലിന്റെ കളി ബാക്കിയുള്ള ടീമുകൾ ഓർത്തു നിന്നു. എന്തായി പോയറിയോ? കറക്റ്റ് മറ്റെല്ലാരും ഉണ്ടാവില്ല കളിയാണ്. ഇത് ഞാനും അഫീം മാത്രം എടുത്തിട്ട് പെരുമാറാറില്ല. ക്ലബിലൊക്കെ കണ്ടില്ലേ മറ്റേ വാർഗോള് സാറ് വന്നപ്പോ ഇതായി ചെയ്തല്ലോ. ഞാനും ഈച്ചല്ലേ കെട്ടിപ്പിടിച്ച ഷെഫീഖ് എന്താ പറഞ്ഞോ? കൊളംബിയനോട് നമ്മള് കളിച്ചത് അന്ന് അർജന്റീനയുടെ ജേഴ്സി ഇട്ട് അവിടെ വന്നിരിക്കും പറഞ്ഞത്. അങ്ങനെ തന്നെ വരണം പറഞ്ഞു. എന്നിട്ടാണോ ഫാമോസ് ഉണ്ടോ? അർജന്റീനയുടെ ജേഴ്സി വാങ്ങിത്തരാന്ന് ഞാൻ പറഞ്ഞു. ഞാൻ ഓർക്കും മാളിൽ പോയിട്ട് ആകെ കിട്ടാത്തൊരു ജേഴ്സി ഔട്ട് ഓഫ് സ്റ്റോക്ക് എന്നാ പറഞ്ഞു. ഔട്ടായി അണ്ണന്റെ ജേഴ്സി കിട്ടാല്ല. അതാണ് എന്റെ ഡിമിക്കോണേ നീ അല്ല 2 സ്കില്ല് കാണിച്ചാ അങ്ങോട്ട് പോയി നമ്മളെ എയർപോർട്ടിൽ സ്വീകരണം പറഞ്ഞു കൊടുക്ക്. നിലപാടില്ലാത്ത അർജന്റീന ജർമ്മനിക്കാര് ജർമ്മനിയാ പറഞ്ഞു. എയർപോർട്ടിൽ എല്ലാവർക്കും നമ്മളെ നല്ല സ്വീകരണം. നെയ്മറിന്റെ നമ്മളെ വണ്ടി വന്നു. ഇപ്പൊ എന്തായാലും നമുക്ക് ബാക്കി അൽഫു സേ ഹായ്. ഹായ് ബൈ ഗൈസ്. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കി വിശേഷങ്ങൾ കാണാം. നമ്മളെ കൊണ്ടുപോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട് നമ്മളെവിടെയുള്ളത്? എവിടെ? എവിടെ? മസാഫിയിലാണ് നമ്മളിന്ന് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നിട്ടുള്ളത്. നമ്മളിവിടെ എല്ലാരും ഉണ്ട്. ആ മോഫീസ് കഥ നേരെ ചെമ്പിന്റെ മുന്നേ തന്നെ പോയിരുന്നു. ഐറ്റംസ് ഉണ്ട്. ഓ സൽമാൻ ഫസ്റ്റ് ആടിന്റെ കാലുണ്ട്. സൈഫു എന്ന് പറഞ്ഞാല് വളമ്പൽ സ്പെഷ്യലിസ്റ്റ് ആണ്. എല്ലാം വളമ്പി കൊടുക്കാനേ. അതായത് ബാക്കി ചിലപ്പോ സൈഫുക്കാർക്ക് തിന്നാൻ പോലും ബാക്കി ഉണ്ടാവില്ല. പക്ഷെ എന്നാലും പ്രശ്നമല്ല, വളമ്പി കൊടുക്കാന്നുള്ളൊരു മെന്റാലിറ്റി അല്ലേ. ഇത് എവിടുന്ന് പഠിച്ചാണ്? അത് ഞാൻ എടുക്കാം. സൈഫുക്കാരനെ ക്യാമറയിൽ ഉൾപ്പെടുത്തട്ടെ. എവിടുന്നാണ് ഈ വളമ്പാൻ പഠിച്ചത്? ഇവിടുന്ന് അങ്ങനെ അത്ര തന്നെ അല്ലേ? ഹൈ ഗൈസ്, അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്വന്തം അനിയൻകുട്ടനായ അഫിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ നമ്മൾ ഓൾറെഡി ഓന് കുറേ ആയിട്ട് ഇങ്ങനെ ഈ മെറ്റാ ക്ലാസിൻ്റെ കാര്യങ്ങൾ ഓൾറെഡി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മളൊരു റെയ്ഡ് ബാൻഡ് ഒരു മെറ്റാ ക്ലാസ് നമുക്കൊരാൾ ഗിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനിൻ്റെ വ്ളോഗിൽ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. പക്ഷെ അത് എങ്ങനെയൊക്കെ അത് പൊട്ടിപ്പോയി. പിന്നെയാണ് അവൻ ഇൻസ്റ്റാ 360 എടുക്കുന്നത്. പക്ഷെ അവനിപ്പോഴും അതിനോടുള്ള ഒരു കമ്പം എപ്പോഴും ഉണ്ട്. അപ്പോൾ ഞാനും അനുവും ഷെഫീക്ക് എല്ലാവരും കൂടെയൊക്കെ പോയിട്ട് അവന് ഇഷ്ടപ്പെട്ട ആ സാധനം നമ്മൾ ഓക്ക്ലൈൻ്റെ മെറ്റാ ക്ലാസ് നമ്മൾ പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് നമ്മളെന്താ പ്ലാൻ വെച്ചാൽ നമ്മൾ ഹൽഫുവിൻ്റെ സ്റ്റേഡിയത്തിലേക്ക് ക്രിക്കറ്റ് കളിക്കാൻ പോവാണ്. അപ്പോൾ ക്രിക്കറ്റിൻ്റെ ടൈമിൽ നമ്മൾ സ്ക്രീനിൽ, അതായത് സ്കോർ ബോർഡൊക്കെ എഴുതുന്ന സ്ക്രീൻ ഉണ്ടല്ലോ, അതിൽ നമ്മൾ ഹാപ്പി ബർത്ത്ഡേ അഫീന്ന് പറഞ്ഞിട്ട് നമ്മൾ ഇടും. അപ്പോൾ ഇൻഷാ അള്ളാ നമുക്ക് എന്തായാലും പോയൊക്കെ നമുക്ക് എന്നിട്ട് വേണ്ട സർപ്രൈസ് ആക്കണം. അതിനും ഷെഫീക്ക് എല്ലാവരും വരുന്നതാണ്.
അപ്പോൾ അത് നമ്മൾ ഊബർ ഓൾറെഡി ഇവിടെ എത്തി, നമുക്ക് പോയേക്കാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ കാണാം. Can you sing a song for us? ये काम हमारा दिमाग भी खराब कर दिया कि हमको याद भी नहीं आता कौन सा गाना गाएगा. क्या बोला? എന്തോ പറഞ്ഞു, സ്പീഡിൽ കണ്ട് എനിക്ക് മനസ്സിലായില്ല. മൂപ്പരെ പണി മൂപ്പരാകെ പിരാന്തടിപ്പിച്ചിരിക്കുന്നു. പാട്ട് പോലും ഏതാ പാടിന് മനസ്സിലാവില്ല. What? No, I explained him what you said. You don't know. He knows. Yeah, but you have to said you have to say in 0.5x. You said in 2x. I understand. But he didn't understand. मेरा फ्रेंड सलमान हिंदी नहीं मालूम. हेलो. 3 digit. The lights are open for you. Yes. Yeah. Most welcome there. Yes. Yes. No beds, no board, no bed. Everything is there. Everything is there. We just have to play. Full ready. Yeah. Guys, അപ്പോൾ ഇതാണ് നമ്മളെ സ്വന്തം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം, ഹൽഫിൻ്റെ സ്വന്തം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. അപ്പോൾ ഇപ്പോൾ സമയം എത്രയായി സൽമാനെ? 12:13 സ്റ്റേഡിയം നമ്മൾക്ക് വേണ്ടി തുറന്നു തന്നാണ് ഗൈസ്. കണ്ടോ, ടാക്സി ഡ്രൈവർ വരെ ഞങ്ങളോട് ചോദിച്ചു. എന്താ ചോദിച്ചാൽ ഞാനേ ടാക്സി ഡ്രൈവർ എന്താ ചോദിച്ചേ? ഈ രാത്രി എന്തിനാണ് ഈ രാത്രി ഏത് സ്റ്റേഡിയം തുറന്നിട്ടുള്ള നിങ്ങൾ എവിടെക്കാണ് പോകണം ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞു സ്റ്റേഡിയത്തിന്റെ ബോസ് നമ്മൾ സ്വന്തം ആളാണ് പറഞ്ഞു, ഞങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യുന്നു പറഞ്ഞു. എടാ അപ്പോൾ നമുക്ക് വേണ്ടി എന്ത് ഞാൻ ഒരു ഇൻട്രോട്ട് ചെയ്തു. അപ്പൊ ഇവിടെ വൻ അഭിനയാണ് നടന്നുകൊണ്ടിരിക്കണത്. ഞാൻ എന്തുകൊണ്ട് വീഡിയോ എടുക്കണേ? ട്രാക്ക് എങ്ങനെ ഓഫ് ആക്കുക? ട്രാക്കിക്കോട്ടെ, വേണ്ട. ഓക്കെ, എന്നിട്ട് പറയ്. അപ്പൊ ഞാല് അതാ വീഡിയോ എടുക്കണല്ലേ. അപ്പൊ ഞാൻ പറഞ്ഞു ഞാലെ വീഡിയോ എടുക്കട്ടോ, വീഡിയോ ക്രിക്കറ്റ് കളിക്കണ വീഡിയോ. അവിടുന്ന് വീഡിയോ എടുക്കണ കണ്ടാൽ തന്നെ അവയ്ക്ക് മനസ്സിലാവും, അത് കറക്റ്റ് മനസ്സിലാവും. കാരണം ഓൻ എനിക്ക് മനസ്സിലായിക്കണം, ഓന് മനസ്സിലാക്കുന്നുള്ള കാര്യം. കാരണം ഓന്റെ ആ ഒരു ഇതിമ എനിക്കത് കിട്ടുന്നുണ്ട്. ആടാ കാര്യം കാരണം ഇജില്ലേ മനസ്സിലായാലും മനസ്സിലാവാത്ത പോലെ ഇങ്ങനെ നിൽക്കും. അല്ല എനിക്ക് ചിരിയൊന്നീനു ഇപ്പം പിടിച്ചിക്കാണോ ഇനി ശരിക്കും മനസ്സിലായിട്ട് എനിക്ക് അറിയില്ല കേട്ടോ. കാരണം സേഫൊക്കെ ഉണ്ട്, അവനിങ്ങനെ പിടിച്ചിക്ക അവിടേക്ക് പോവാക്കാൻ. ഇഞ്ചൊരു ബോൾട്ടാ നോക്കട്ടെ, ഒന്നിട്ടാ എന്നിട്ട് അങ്ങോട്ട് പോകണ്ടിക്കാൻ അവിടെ സാധനം ഉണ്ടായിന്. എന്നിട്ട് ഇങ്ങനെ ഇതിലെ കൊടുന്ന് ഒരു ഹൈ ബോൾ ഇട്ടാ നോക്കട്ടെ പറഞ്ഞു. അപ്പൊ എന്തായാലും ഏതാ ഹൽഫുവിന്റെ സ്വന്തം അനുണ്ട് നമ്മളെ കൂടെ. 12 മണിക്ക് സ്റ്റേഡിയം നമുക്ക് വേണ്ടി അങ്ങോട്ട് തുറന്നു തന്നു. ഏത് 12 മണിക്കും നമുക്ക് വേണ്ടി തുറക്കുന്ന ലോകത്തിലെ ഒരേ ഒരു സ്റ്റേഡിയം. ഏത് സമയത്തും നമുക്ക് തുറക്കാനും ആക്സസ് ചെയ്യാനും പറ്റുന്ന ലോകത്തിലെ ഒരേ ഒരു സ്റ്റേഡിയം ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയം. നിഹാലാണ് വീഡിയോ എടുക്കാൻ പോണത്. സീൻ പ്ലാനിങ് വിളിച്ചിട്ടാണ് കിട്ടണില്ല. ഞങ്ങളൊക്കെ ചായ പിടിക്കില്ലേ. അപ്പൊ ഞാൻ എങ്ങനെയോട് പറയുന്നതാണ്. ഹൽഫും ടീം മെമ്പേഴ്സ് ഒക്കെ അവിടെ ഉണ്ട്. ഈ സ്ക്രീനിലിടുക അല്ല, അവിടുന്ന് പാട്ട് വരും. എന്നിട്ട് സ്ക്രീനിൽ ഫോട്ടോ ഇടും. ഫോട്ടോ ഹാപ്പി ബർത്ത്ഡേ പാട്ട് വരും. അല്ല പേരുണ്ട്. എന്താ റെഡി? നമ്മളെ സിബോറ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സ്വന്തം ഷെഫീഖ് പൂക്കുറ്റി നമ്മളെ കൂടെ ഉണ്ട്. ഹൽഫു അങ്ങനെ വിളിക്കലട്ടാ, രണ്ടാളെയും മനസ്സിലാവത്തുണ്ട്. സിബോറ 1ഉം സിബോറ 2. അവിടെ ഊരൊക്കെ വെച്ചു കൊടുത്തിക്കണ് സിബോറ 2. സൽമ സൈഫു ഖാന്റെ ഫോട്ടോ. അപ്പോ അഫിക്ക് എന്തായാലും സംഭവം മനസ്സിലായിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് കേട്ടോ. കാരണം ഞങ്ങള് മുഖത്ത് നോക്കിയില്ലേ, നമ്മൾ തമ്മിലൊരു ബ്രെയിൻ ആ ഒരു കണക്ഷൻ ഉണ്ടല്ലോ, അത് പെട്ടെന്ന് എനിക്ക് കിട്ടും. എനിക്കോ എൻ്റെ ഒരു എന്താ പറയാ എനിക്കത് മനസ്സിലായത് അങ്ങനെയാണ്. ഓൻ സംഭവം കാര്യം എന്തായാലും മനസ്സിലായിട്ടുണ്ട്. പക്ഷെ എന്തായാലും ഹൽഫൊക്കെ ഇങ്ങനെ സർപ്രൈസ് ഒരുക്കല്ലേ, അപ്പം എന്തായാലും അഭിനയിച്ച് നിൽക്കാന്നുള്ള മൂഡിലാണ് ബോസ് നിൽക്കണമെന്നാണ് എനിക്ക് തോന്നുന്നുണ്ടോ. പക്ഷെ എന്തായാലും സർപ്രൈസ് വന്നു കഴിഞ്ഞാൽ അറിയാം. കാരണം അമ്മാതിരി അഭിനയം ഇവിടെ എല്ലാവരും.
അതിന് ഖാലിദിനെ കഴിഞ്ഞിട്ടോളൂ കമൻട്രി പറയാ. ബോളർ ഷുഹൈബ് അക്തർ ഇവിടെ ഉണ്ട്. ഒരു ഇവിടെ നിന്ന് പോയിട്ട് കയറണം അവിടെ. അപ്പൊ അതാ ലിങ്കോടി സുംബി എന്നറിയപ്പെടുന്ന നിഹാൽ നമ്മളെ കൂടെ ഇവിടെ ഉണ്ട്. കളി അറിയില്ലെങ്കിലും ഒരു ഫോട്ടോ അത് മസ്റ്റാ. ഫൈനൽ മാച്ച് പ്ലേയിങ് വാട്ട് ഹാപ്പൻ? What? Today we have 6. I am. How was the match? No, match didn't happen. അങ്ങനെ അഭിനയിച്ചിട്ട് പറയും. അങ്ങനെ. ഇപ്പൊ കറക്റ്റ് വേർത്തിക്കണോ കളി കഴിഞ്ഞിക്കണോ വരെയൊക്കെ ഉണ്ട്. ഒരു സെഞ്ചുറി ഒക്കെ അടിച്ച് നിൽക്കാണ്. അപ്പൊ It was a super feeling for me and my whole team. And it was wonderful. വണ്ടർഫുൾ. So are you happy now? Yes, I'm happy that I got the golden boot. No, golden boot. ഗോൾഡൻ ബാറ്റ്. Yeah. ഗോൾഡൻ ബാറ്റ് കിട്ടി. എന്താണ് ഈ ഒരു അവസരത്തിൽ തോന്നുന്നത്? I am happy. It is not because of me, my teammates. They are wonderful. Okay, റെഡി, ലെറ്റ്സ് ഗോ. അപ്പൊ മോഫിസ് ഖാന്റെ ബോളിൽ ഇതാ ബാസിൽ ജമാനാണ് ബാറ്റിംഗ് നിൽക്കുന്നത്. നമുക്ക് കാണാം. ഓ, സൈഫുവിന് പോലും കാണാൻ പറ്റാത്ത രീതിയിലാണ് ആ ബോൾ പോയത്. അടുത്തൊരു ബോൾ ആരറിയണേ? അപ്പൊ ഷെഫീഖാന്റെ ബോളിൽ ബാസിൽ ജമാൻ എന്ത് ചെയ്യുന്നു നമുക്ക് നോക്കാം. അയ്യോ, അത് ഔട്ടായിരിക്കുകയാണ്. ഔട്ടായിട്ടോ? ഔട്ടായി. ഇവിടെ 6 പോയിട്ട് അത്രേ ഉള്ളു. ഷുവർ വിക്കറ്റാ. അടുത്തത് സൈഫുവിന്റെ ബാറ്റിംഗ് ആണ്. ഓ, ഷോട്ട്. മോഫി അതാ പോണു. ഷോട്ട്. വാട്ട് എ ഷോട്ട്. ഓ, ഷേവിന്റെ മോനെ സേഫ് പ്ലെയർ ആട്ടോ. തൃക്കരിപ്പൂരിന്റെ മണ്ണിൽ നിന്നും നമ്മുടെ സ്വന്തം മോഫിഷ് മുഹമ്മദാണ് ബാറ്റിംഗ് നിൽക്കാൻ പോകുന്നത്. സുഹൃത്തുക്കളെ, ആ വലിപ്പം ഒന്ന് നോക്കൂ. നിങ്ങളൊന്ന് നോക്കൂ. ഇങ്ങനെ ഒരു പടുകൂറ്റൻ മനുഷ്യനാണ് അടുത്തത് ബാറ്റ് ചെയ്യാൻ പോകുന്നത്. തെറിച്ചു പോവോ? അപ്പൊ ഒന്ന് മാറിക്കട്ടെ. ഓൾറെഡി ഒരു സർജറി കഴിഞ്ഞതാ. എന്റെ മോനെ പ്ലേസ് ചെയ്തിട്ടോ മോഫി. പക്ഷെ പോരടോ. ഫാസ്റ്റ് ബോളെ അടിക്കൂ. എവിടക്കാ പോയി? സേഫ് അവിടെ നിക്കണ്ടോ. ഓ, അടിച്ചിട്ട് പറയ്. അല്ല പറയണേ അടിച്ചാതെ ഇങ്ങനെ അവിടേക്ക് സിക്സ് ഇവിടേക്ക് സിക്സ് കയറിണ്ട്. ഈസി ക്യാച്ചാണ്. ഔട്ട്. മോഫി ഔട്ട്. ഔ, അയ്യോ. Elder people first.
എന്താ കഴിക്കി കൽഫു ഓൾസോ കിഷോർ ഞാൻ കഴിച്ചു കിഷോറിന്റെ ബർത്ത്ഡേ കിഷോർ ഹാപ്പി ബർത്ത്ഡേ കിഷോർ നിങ്ങൾ കട്ട് ചെയ്താണ്ട് എല്ലാവർക്കും കൊടുക്കും നിങ്ങൾ രണ്ടാളും ബർത്ത്ഡേ. അയ്യോ കോപ്പിറൈറ്റ്. അപ്പൊ ഗൈസ് അങ്ങനെ എടുത്തു പറയേണ്ടത് നമ്മളെ അഭിനയ കുലപതി സിംഹങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു. രണ്ടുപേരും നല്ല മികച്ച അഭിനയമായിരുന്നു കാഴ്ചവെച്ചത്. ഒന്നും പറയാനില്ല. പോകുമ്പോ ഒരു പത്മഭൂഷൺ തരുന്നുണ്ട്. മനസ്സിലാവാത്ത കാണുന്നതല്ല അവന് മനസ്സിലാക്കണം, എനിക്ക് മനസ്സിലാക്കണം. ഞാൻ അതിന് ആദ്യം പറഞ്ഞു വെച്ചിക്കണേ. മനസ്സിലാക്കണം എന്തറിയോ ഇവിടെ വിളയെ കലഫ് ഓടി തട്ടിയെടുത്തിട്ടോ. പിന്നെ എടുത്തു പറയേണ്ടത് സൈഫുഖാന്റെ അഭിനയം. സൈഫുഖ പൊടിച്ചു വലിച്ചൊക്കെ കൊണ്ടുപോയി. അഫി ഒരു ബോൾ ഇട്ടതാന്നൊക്കെ പറഞ്ഞാണ്ട് മനസ്സിലായില്ലേ? മനസ്സിലാക്കണം. വിജയിച്ചു. എല്ലാരും ഇട്ടുകൊണ്ട് ഞാൻ പ്രത്യേകിച്ച് ഒന്നും കഴിഞ്ഞിട്ടില്ല. ആവശ്യത്തിനുള്ള മനസ്സിലാവും. അതാണ് ഇതേമാതിരി അവിടെ നിന്ന് സാധനം കൊണ്ടേയില്ലേ? അതിലെ പോണ്ട ഇതിലെ പോറണ്ട ഇതിലെ പോണ്ടേ? ഞങ്ങൾക്ക് മനസ്സിലായിണ്ടാവും. അപ്പൊ എന്തായാലും കളിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വിശേഷങ്ങളും കാര്യങ്ങളും കാണാം ഗൈസ്. ബൈ ബൈ. എന്തോ കാട്ടാ വന്നിട്ടുണ്ട്. അങ്ങനെ വാങ്ങണില്ലായിരുന്നു. ഇന്ന് വാങ്ങി തുറക്ക് ഇതെടുത്തേക്കണേ. സാറേ പിടിക്ക്. ഓ ഇനി കേടത്തല്ലോ. കഴിഞ്ഞ ക്ലാസ് തന്നെ എന്താ അറിയോ? ഇവനിത് വാങ്ങിക്കൊടുത്ത് പിറ്റേ ദിവസം ഇതിന്റെ വള്ളി പൊട്ടിയാണ്ട് നൂല് പുറത്തൊക്കെ വന്ന് കിടക്കണേ. അങ്ങനെ ആക്കരുത് കേട്ടോ. ഹാപ്പി സമ്മാനത്തിന്റെ വില അറിയാത്തവനാണ് ഇവൻ. ഇത് പൊട്ടിക്കും. സെറ്റായി. നേരത്തെ ഫോഗ് കുടുങ്ങിനി. അത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും. ഹീറ്റിട്ടുമ്പോ പോകൂലേ? ഓട്ടോമാറ്റിക് എങ്ങനെ പോകും? എന്ത് സ്കൂളാ? ഏത് സ്കൂളിൽ എന്താ നമ്മക്ക് ഗിഫ്റ്റ് കിട്ടിയതാട്ടോ. വാങ്ങാറുണ്ട്. അവിടെ അപ്പൊ വർക്കല്ലേ അത്? 10,000 സാധനം. നിങ്ങൾ ഇങ്ങനത്തെ ക്ലാസ് നടക്കണം എനിക്ക് പറയാനുള്ളത്. ഈ മൂഡിൽ നടക്കണം നിങ്ങള്. റെക്കോർഡ് മനസ്സിലായി. ഇത് മറ്റേ കാണിക്കോ? ടെക്നോളജി ടെക്നോളജി പോലെ പാട്ടൊക്കെ പോടണ. ഇപ്പൊ എന്തായാലും ഗൈസ് നമ്മള് അങ്ങനെ നമ്മളെ ഗസ്റ്റ് ഹൗസ് വിട്ട് നമ്മൾ പോവാണ് ഗൈസ്. ഇതാണ് നമ്മളെ ഗസ്റ്റ് ഹൗസ്. ഇൻഷാ അല്ലാഹ് ഇനി അടുത്ത വരവിൽ നമുക്ക് കാണാം. വിൽ മിസ് ഹിയർ. ഇവിടുത്തെ സമാധാനം എന്ന് പറഞ്ഞാൽ ഇവിടെ കിട്ടുള്ളൂ. വല്ലാത്തൊരു സമാധാനം തന്നെയാണ്. അപ്പം ഹൽഫിൻ്റെ വണ്ടി കാണിച്ചു തരട്ടാ. ഇതാണ് നമ്മളെ ഹൽഫിൻ്റെ സ്വന്തം ഡിഫൻഡർ 3 ഡിജിറ്റ് 203. അപ്പോൾ ആരെങ്കിലുമൊക്കെ ദുബായിൽ നിന്ന് കാണുകയാണെങ്കിൽ കൈ അടിക്കൊണ്ടി അൽപ്പോ വിളിച്ചോണ്ടി. പക്ഷേ അതാണ് നമ്മളെ സ്വന്തം ഷെഫീഖാൻ്റെ വണ്ടി. ഇതാണ് നമ്മളെ ടാക്സി എയർപോർട്ടിലേക്ക് കൊണ്ടാക്കാനുള്ള. എല്ലാവരും അവിടെ വർത്താനം പറഞ്ഞിരിക്കുകയാണ്. അപ്പൊ എന്തായാലും നമുക്ക് പോവാ. അവിടെ പോവാ. ഇനി പോയില്ലേ ഫ്ലൈറ്റ് കിട്ടൂല കേട്ടോ. 6 മണി. അപ്പൊ നമ്മള് പോവാണ് ഗൈസ്. എല്ലാരോടും യാത്ര പറയട്ടെ. ഓക്കെ ബൈ ബൈ. കാണാം ഇൻഷാ അല്ലാഹ്. കാണാം ഇൻഷാ അല്ലാഹ്. ഇയാളെ കൊള്ളൂല ക്യാമറയിൽ. കാണാം ഇൻഷാ അല്ലാഹ്. ഇറ്റ്സ് നോട്ട് ഫിറ്റിംഗ് ഇൻ ദ ക്യാമറ. ഓക്കെ ഇൻഷാ അല്ലാഹ്. കാണാം. പിന്നെ നാട്ടിൽ നിന്ന് കാണാം ഇൻഷാ അല്ലാഹ്. ഓക്കെ ഹൽഫു ബൈ ബൈ. താങ്ക് യു സോ മച്ച്. കഫീൽ അസ്സലാമു അലൈക്കും. ബൈ 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 ബൈ. ഇപ്പൊ എന്തായാലും നമ്മൾ പോവാണ് ഗൈസ്. ഈ ഒരു 3-4-5 ദിവസത്തെ വ്ളോഗാണ് നമ്മൾ ഒന്നിച്ച് ഒറ്റ ഇതാക്കി കണ്ടിട്ടത് കേട്ടോ. അപ്പൊ എല്ലാവരും ക്ഷമിക്കണം. കഴിയണ പോലെയൊക്കെ എങ്ങനെയൊക്കെയോ വ്ളോഗ് എടുത്തതാണ്. എന്തെങ്കിലുമൊക്കെ
എന്തൊക്കെയാണ് ഇവിടെ നടക്കണമെന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തൊരു വ്ളോഗായിട്ട് കാണാം ഗൈസ്. ബൈ ബൈ. താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ നിൽക്കുന്നതിന് എല്ലാവരോടും ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച് ഗൈസ്. ലവ് യു ഓൾ. ബൈ ബൈ.